Today we are going to discuss chapter 3, number system, class 9 portion, new syllabus 2026, and this is first portion. It is natural numbers. The counting numbers 1 2 3 4 etc. is known as natural number. We know that every natural number has successor. Then prime numbers means the natural numbers that has only one and that number as a factor, that are prime numbers. Composite numbers means all the natural number greater than 1, that is not a prime number except 1. Other all are composite number. For example, first composite number is 4 6 8. Next one, it is whole number. The natural number together with 0 is called whole numbers. Integers means negative number, positive numbers and 0. Then as we are going to study about it's a first one, two natural numbers whose absolute value. Absolute value means if you are considering a negative number, its absolute value is positive. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പോസിറ്റീവ് നമ്പർ എടുത്താൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 3 തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എങ്ങനെ -4 ആക്കി മാറ്റാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ 36നെ എങ്ങനെ 12 ആക്കി മാറ്റാം? അന്നേരം ഡിവിഷനാണ്. ലാർജർ നമ്പറിനെ സ്മോളറിലേക്ക് ആക്കുക ചെയ്യുന്നത്. പിന്നെ റൈറ്റ് 3 റാഷണൽ നമ്പേഴ്സ് ഇക്വലന്റ് ടു 4/5ന് ഇക്വലന്റ് ആയിട്ടുള്ള റാഷണൽ നമ്പർ. അപ്പോൾ 4/5ന്റെ ടേബിൾ എഴുതി വെക്കുക. അപ്പോൾ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4/5 കിട്ടണേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8/10 കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12/15 കിട്ടും. ഇനി അടുത്ത റാഷണൽ നമ്പർ എഴുതാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 16/20. അപ്പോൾ ബാക്കിത്തെ നമ്പേഴ്സിൻ്റെ ഇതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ് ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ആക്കുക. ഇനി ഇവിടെ നോക്കുക, 4നെ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 52 കിട്ടണത്. 8നെ -7നെ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -105 കിട്ടണം. അപ്പം മൈനസ് ഇൻറ്റു എ നമ്പർ ആയിരിക്കും വരുന്നത്. ഇപ്പം 11നെ അല്ലെങ്കിൽ 52നെ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -4 കിട്ടണമെന്ന്, -4നെ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 52 കിട്ടണമെന്ന് അറിയാനായിട്ട് നമ്മൾ ആ 52നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേച്ചാൽ മതി. 52 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ വി വിൽ ഗെറ്റ് 13. അപ്പോൾ യു ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ -13. കാരണം ഇവിടെ 52 ഇസ് എ പോസിറ്റീവ് നമ്പർ. സോ 11 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് -143. ഇതുപോലെ തന്നെ -7നെ എങ്ങനെയാണ് 105 ആവുമെന്ന് നോക്കാനായിട്ട് യു ഹാവ് ടു ഡിവൈഡ് 105 ആൻഡ് 7. സോ യു വിൽ ഗെറ്റ് -15. വി ആർ മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ -15. So 8 into -15 you will get 120. So it is -120. Lowest terms എന്ന് വെച്ച് കഴിഞ്ഞാൽ the common factor. Here both have 5 as a common factor. Dividing 25 by 5 it is 5. Then 35 divided by 5 it is -7. ഇതിൽ ആരാ 2 റാഷണൽ നമ്പേഴ്സിൽ ആരാ വലിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 1/5ഉം 6/7 കൊടുക്കുക. എന്നിട്ട് ഇത് ക്രോസ് ചെയ്യുക. 1 into 7 7 മുകളിൽ ചെയ്ത് 5 into 6 മുകളിൽ ചെയ്ത് 7 ആണോ 30 ആണോ വലിയത് നോക്കുക. 30 ആണ് വലിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6/7 ആണ് വലിയത്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് ആയതുകൊണ്ട് ആരായിരിക്കും വലിയത്? 1/5 ആയിരിക്കും വലിയത്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അസെൻഡിങ് ഓർഡർ ആയിട്ട് നോക്കാനായിട്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആണോ എന്ന് നോക്കും. ഇവിടെ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ആദ്യം പോസിറ്റീവായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിന് നേരെ തല ഇരിച്ച് ചെയ്തു. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയ LCM മെത്തേഡ് വെച്ച് ഇത് ഈക്വൽ ആക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജർ നമ്പർ ടു സ്മോളർ നമ്പർ. ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ 3/2നെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അപ്പോൾ ആദ്യത്തെ ഇവിടെ /2 ആയതുകൊണ്ട് ആദ്യത്തെ 1/2 ആയിരിക്കും, പിന്നത്തെ 2/2 ആയിരിക്കും, പിന്നത്തെ വരുമ്പോൾ 3/2. നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് മാർക്ക്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ നോക്കാനായിട്ട് പി എന്ന് പറയുന്നത് ഇതിന് എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. 1 2 3. അപ്പോൾ ആദ്യത്തെ ഇവിടെ വരുമ്പോൾ 1/3, 2/3, പിന്നത്തെ 3/3 ആണ് 1 ആയിട്ടേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4 1/3 ആയിരിക്കും വരുന്നത്. ഇനി മോഡുലസ് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആൻസർ നമുക്ക് കിട്ടും. ഇത് വെരിഫൈ ചെയ്ത് നോക്കുക. പിന്നെ ഫൈൻഡ് 2 റാഷണൽ നമ്പർ ഹൂസ് അബ്സല്യൂട്ട് വാല്യൂ ഈസ് 5/2. 5/8 അബ്സല്യൂട്ട് 2 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 5/8 ആയിട്ട് കിട്ടും. 5/8ൻ്റെയും അതുപോലെ തന്നെ -5/8ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 5/8 തന്നെയായിരിക്കും വരുന്നത്.
ഇനി അടുത്തത് ഇതിൻ്റെ ഡിവിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 2/5 ഡിവൈഡഡ് ബൈ 12/9. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ഇൻറ്റു 9/12 എന്ന് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്നത് കട്ട് ചെയ്യും. 2-നെയും 12-നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും. 9-നെയും 3-നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3/2 കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3/10. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുക ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത്. ഒരിക്കലും ഡിവിഷൻ അസോസിയേറ്റീവിലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അത് നോക്കുക. പിന്നെ ഇത് -1/3 + 3/4 ഇത് ക്രോസ് ചെയ്യുക. 1 × 4 -1 × 4 -4 3 × 3 എന്ന് പറയുമ്പോൾ +9 ഡിവൈഡഡ് ബൈ 4 × 3 12. അപ്പോൾ ആൻസർ കിട്ടുന്നത് 5/12. സബ്ട്രാക്ട് 2/5 ഫ്രം 3/2 എന്ന് പറയുമ്പോൾ ആദ്യം 3/2 ഫ്രം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഇത് 3/2 ഫസ്റ്റ്, ദെൻ 2/5, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് here you have to multiply by 5 and here you have to multiply by 2. So 3 × 5 15, 2 × 2 4, then both have the same denominator 10. So it is 11/10. ഇങ്ങനെയും ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഒന്നുകിൽ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സോൾവ് ചെയ്യുക, പിന്നെ ഇത് സോൾവ് ചെയ്യുക. LCM മെത്തേഡ് വെച്ചാണെങ്കിലും ചെയ്യാം. ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യാം, കാരണം ഇവിടെ 2 കൊണ്ട് എല്ലാത്തിനെയും 60ലേക്ക് മാറ്റാൻ നോക്കുക. 8-ൻ്റെ കേസിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4-ൻ്റെ കേസിൽ 2-നെയും 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വരുമ്പോൾ 9/16 - 10/16, 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആയി 12/16. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടുന്നുണ്ട്. ഇത് ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ 9 - 10 -1 -1 + 12 എന്ന് പറയുമ്പോൾ 11. അപ്പോൾ ആൻസർ വരുമ്പോൾ 11/16. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാം. 15-നെയും 5-നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. 24-ഉം 12-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ 2 വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -9/7. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്യാൻ കോമൺ ആയിട്ടുള്ളത് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 1 - 1/2 എത്രയാണെന്ന് നോക്കുക. 1 - 1/2 എന്ന് പറയുമ്പോൾ 1/2, 1 - 1/3 എന്ന് പറയുമ്പോൾ 2/3. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും വന്നത്. അടുത്തത് 3/4. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് വരുമ്പോൾ 10 - 1 9/10 എന്നായിരിക്കും വരുന്നത്. എല്ലാം കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ 1ഉം 10ഉം മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് ഡിവിഷൻ്റെ കേസിൽ എന്ത് ചെയ്യാം, -4/7 ഡിവൈഡഡ് ബൈ -22/35 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ ഇറ്റ് ഈസ് -4/7 ഇൻറ്റു 35/- -22 എന്നായിരിക്കും വന്നത്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 2 വരും, ഇത് 11 വരും. നമുക്ക് 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 5 വരും. അപ്പോൾ ആൻസർ വരുന്നത് -10/11. ഇനി പ്രോപ്പർട്ടി ഓഫ് ഇതും ഇതുപോലെ തന്നെ സോൾവ് ചെയ്ത് നോക്കുക. ക്ലോഷർ പ്രോപ്പർട്ടി നമുക്കറിയാലോ. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ A/B ഡിവൈഡഡ് ബൈ C/D എന്ന് പറയുമ്പോൾ C/Dയുടെ ആയിരിക്കും റെസിപ്രോക്കൽ എടുക്കുന്നത്. പിന്നെ എക്സസൈസ് 3.3 ഇത് ചോദിച്ചേക്കണത് നോക്കിക്കേ. A + B = എന്തായിരിക്കും തന്നെ, B + A ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 4/5 ആയിരിക്കും. ഇത് അസോസിയേറ്റീവിലോ ഏതൊരു A + B + C എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും, A + B + C-നോട് ഈക്വൽ ആയിരിക്കും. A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. 5/- -4ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോഴാണ് ആ വാല്യൂ തന്നെ വരുന്നത്. ഇവിടെ ഏതാ മിസ്സിംഗ് നോക്കുക. 7/8 ആണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഇനി ഇത് വെരിഫൈ ചെയ്യുക. x + y = y + x ഒന്നും ചെയ്യാനില്ല. ഇത് സോൾവ് ഏത് മെത്തേഡ് ചെയ്താലും x + y ചെയ്താലും y + x ചെയ്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പം 2/3യുടെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടണം, ഇറ്റ് ഈസ് -2/3. ഇഫ് യു ആഡ് 2/3 and -2/3 you will get 0. Then additive inverse -2 and +2, if you add it you will get 0. Then this is also A into B is equal to B into A. So we can write it as -17/5. This is multiplicative inverse. If you multiply -8/13 with 1, you will get -18/13. 0 into a number gives you 0. And this is -7/5. This is verification. A into B is equal to B into A. Similarly, it also follows the multiplication in
associative property under multiplication, that is A into B into C. Rational numbers also follow this method. Then next is question based on real life situation. Check these questions. Then density property of rational number. This is a new portion. If x less than y and if x added to both the values, then you will get x plus x is less than x plus y. Then exercise 3.4. Find a rational number between 1 by 3 and 1 by 4. It is not a new portion. In between 1 by 3 and 1 by 4, first you have to convert both into same denominator. You have to multiply both by here. In this case, first multiply by 4. Here you multiply by 3. So you will get 4 by 12, then 3 by 12. Then if you multiply it with 10, you will get 30 by 120 and 40 by 120. There are a lot of numbers in between these. Or in between 3 and 4, you can write 3.5 divided by, that is not a rational, leave it. Here you can write it as 35 divided by 120. That is correct. Then 5 rational number. First you convert it into same denominator, then multiply it with 10 or 100 or any number. Then next is exercise 3.5. Write the rational numbers in decimal form. For that you have to divide it. 1 divided by 3. You can't divide 1 and 3, so you can put 0.10. It is 3. 9. Subtracting again we are getting 1. This process continues, so it is 0.333 etc. Or you can write it as 0.3 bar. 3 by Q form. ഈ വർഷത്തെ 9th ഭയങ്കര ലോങ് പോർഷൻസ് ആണല്ലോ, നമ്മൾ പഠിപ്പിച്ചാലും തീരാത്ത അത്ര പോർഷൻ ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു റാഷണൽ നമ്പേഴ്സ്. ദ നമ്പർ അതർ ദാൻ റാഷണൽ നമ്പേഴ്സ്, ഇറ്റ് ഈസ് റാഷണൽ നമ്പർ. 5√2. കഴിഞ്ഞ വർഷം അതൊക്കെ ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു, ഈ √2 റെപ്രസെന്റ് ചെയ്യാനൊക്കെ ഉള്ളത്. ഈ വർഷം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സ്ക്വയർ റൂട്ട്, സ്പൈറൽ, ദെൻ √3 ഓൺ നമ്പർ ലൈൻ, 2 + √5 ഓൺ നമ്പർ ലൈൻ. ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് പോർഷൻ ആണ്. Next is exercise 3.7. Check whether it is a rational or a rational number. Surely it will be a rational number. കാരണം √2 ഉണ്ടല്ലോ. Then simplify ചെയ്യാൻ, rationalize ചെയ്യാൻ അറിയാലോ. If it is 1 by √2, you have to multiply both numerator and denominator by √2. Otherwise take the opposite of the denominator. If it is √6 minus √3, you have to take √6 plus √3 in numerator and denominator, then multiply. In denominator you can use the formula a square minus b square, so it becomes 6 minus 3, 3. Then you can use a plus b whole square, a minus b whole square. Then exercise 3.8. Prove that 5 plus √2 is an irrational number. ഇതൊക്കെ 10th ഉണ്ടായിരുന്ന പോർഷൻ ആണ്. ഇതിപ്പോൾ 9th വന്നു. 9th നേരത്തെ ഈ പോർഷൻ ഇല്ല. Given that √2 is irrational, prove that 5 plus 3 √2 is irrational. 1 by √3 is an irrational. അതിന് എന്ത് ചെയ്യുക? 1 by √3 a by b ഫോമിലേക്ക് എഴുതുക. Then taking the reciprocal, you will get √3 is equal to b by a. Then the irrational I. This is irrational. We know this is irrational, but this is rational. So rational and rational not are equal. That means first you have to suppose let 1 by √3 is rational. Then it will lead to a contradiction. So we can write √3 is 1 by √3 is irrational. Contradiction ഒന്നാണ് ചെയ്യുന്നത്. Then next is multiple choice question. Every rational number is a natural number and integer, real number, whole number. Try to do this question. These are all multiple choice questions. Chapter explanation ഞാൻ ഒരു വീഡിയോയിൽ തീർത്തിടുന്നുണ്ട്, ഒരു റിവ്യൂ പോലെ. Then
Next one, it is about assertion and reason question. ഇതും ലെങ്തി എക്സസൈസ് 2.7 ഓളം ഉണ്ടല്ലോ. നെക്സ്റ്റ് വൺ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. After that, competency focused questions. നെക്സ്റ്റ് ഡേ ഈ ചാപ്റ്റർ 3യുടെ ഫുൾ പോർഷൻ ആണ് ഇടുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി ഐ വിൽ try to put new chapter portions. Okay, this is chapter 3. Next day I will put chapter 4. So part 1 full ഇടാൻ കരുതിയിരിക്കുന്നത്. എല്ലാവരും വാച്ച് ചെയ്യാം. താങ്ക് യു.